ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, പലവിധ പ്രയാസങ്ങളിൽപ്പെട്ട് ഇന്ന് നിങ്ങളുടെ മനസ്സ് ഒരുപാട് അസ്വസ്ഥമായിരിക്കാം. ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും പരിശ്രമിച്ചിട്ടും ജീവിതത്തിൽ ഒരു പുരോഗതിയും ഇല്ലല്ലോ, എപ്പോഴും എല്ലാറ്റിലും തടസ്സങ്ങൾ മാത്രം, ഇങ്ങനെയൊക്കെ ഓർത്ത് വിഷമിക്കുന്നവർക്കുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, നിങ്ങളുടെ ഒരു പ്രാർത്ഥന പോലും വെറുതെയാകില്ല. സ്വർഗം അത് കേട്ടിട്ടുണ്ട്. നിങ്ങൾ ഒഴുക്കിയ കണ്ണുനീർത്തുള്ളികൾ ഓരോന്നും ഈശോ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. എല്ലാറ്റിനും ഈശോയ്ക്കൊരു സമയമുണ്ട്. അതിനായി ക്ഷമയോടെ നമ്മൾ കാത്തിരിക്കണം. ജീവിതം എപ്പോഴും അനിശ്ചിതത്വം നിറഞ്ഞതാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെയല്ല പലതും സംഭവിക്കുന്നതും. തുറന്നു കിട്ടുമെന്ന് കരുതുന്ന പല വഴികളും ചിലപ്പോൾ അടഞ്ഞുകിടക്കുകയാവാം. മുട്ടിയിട്ടും പല വാതിലുകൾ തുറന്നു കിട്ടണമെന്നുമില്ല. നല്ല വിദ്യാഭ്യാസ യോഗ്യത, കഴിവ് ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും നാം പിന്തള്ളപ്പെട്ടു പോകുന്ന എത്രയോ സാഹചര്യങ്ങളുണ്ട് ജീവിതത്തിൽ, അല്ലേ? ആഗ്രഹിച്ച ജോലിയോ ജീവിതാന്തസ്സോ തിരഞ്ഞെടുക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരുമുണ്ട്. ദൈവത്തിലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ചില നിമിഷങ്ങൾ, ഇവയെല്ലാം ദൈവം നമ്മുടെ വിശ്വാസം പരീക്ഷിക്കാനുള്ള സാഹചര്യങ്ങളാണെന്ന് മനസ്സിലാക്കണം. ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാനുള്ള പ്രതികൂലങ്ങളാണെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസവും ബലവും നൽകുന്ന തിരുവചനമാണ് 25-ാം സങ്കീർത്തനം. ഈ സങ്കീർത്തനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് മുമ്പൊരിക്കൽ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ആദ്യം മുതലേ ഈ ചാനലിലെ വീഡിയോകളൊക്കെ കാണുന്നവർ ഒരുപക്ഷെ അത് കേട്ടിരിക്കും. കേൾക്കാത്തവർക്കായി ഞാൻ അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. 25-ാം സങ്കീർത്തനം ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ കുടുംബത്തിൽ, ജീവിതത്തിൽ ദൈവം വലിയ അനുഗ്രഹങ്ങളാണ് വർഷിച്ചിട്ടുള്ളത്. മുന്നോട്ട് ഒരു വഴിയും കാണാതെ അലയുന്നവർ, ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുന്നവരൊക്കെ ഈ വചനം ദിവസവും വായിക്കൂ. ദൈവം നിങ്ങൾക്കായി പുതിയ വഴികൾ തുറന്നു തരും. വർഷങ്ങളായി ഈ ബൈബിൾ ഭാഗം നിത്യവും വായിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തെ എനിക്കറിയാം. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇന്ന് ദൈവം അവരെ കൈപിടിച്ചുയർത്തിയ വഴികൾ നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ആ കുടുംബത്തിലെ കുടുംബനാഥ, അതായത് എൻ്റെ കൂട്ടുകാരി ചേച്ചി, ആ ചേച്ചിയാണ് ആത്മീയ ജീവിതത്തിൽ എൻ്റെ റോൾ മോഡൽ, എൻ്റെ സ്പിരിച്വൽ മദർ എന്നൊക്കെ പറയാം. ഞാൻ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് ആ ചേച്ചിയുടെ അടുത്താണ്. പ്രാർത്ഥന കൊണ്ട് എന്നെ പൊതിഞ്ഞു പിടിക്കാറുള്ള ഒരമ്മ. ആ ചേച്ചിയുടെ ജീവിതം പറഞ്ഞു കഴിഞ്ഞാൽ, വർഷങ്ങൾക്ക് മുമ്പ് വിവാഹമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിന് നല്ലൊരു ജോലിയില്ലാതെ അലയുന്ന സമയത്ത് ഇനി എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും, മുന്നോട്ടൊരു വഴിയും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ച സമയത്ത് ഒരിക്കൽ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ ചേച്ചിക്ക് കിട്ടിയ വചനമായിരുന്നു 25-ാം സങ്കീർത്തനം. വഴി കാട്ടണമേ എന്നാണ് ആ വചനത്തിൻ്റെ ഹെഡിങ്. ആ വചനം ചേച്ചി വിശ്വസിച്ച് അന്ന് തന്നെ ഏറ്റെടുത്തു. അന്നു മുതൽ ദിവസവും ഇത് ചൊല്ലാൻ തുടങ്ങി. ഇന്ന് വരെ അതിൽ മുടക്കം വരുത്തിയിട്ടില്ല. പ്രതിസന്ധികളൊക്കെ ഏറിയേറി വന്നുകൊണ്ടിരുന്നെങ്കിലും നിരാശപ്പെട്ടില്ല. വിശ്വസിച്ചു പ്രാർത്ഥിച്ചു. ഒരിക്കൽ ഈശോ അവർക്ക് മുൻപിൽ വഴി തുറന്നു കൊടുത്തു. പിന്നീട് ആ വഴി അടഞ്ഞിട്ടില്ല കേട്ടോ. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് അന്നവർ രണ്ടുപേരും ഈശോ കാട്ടിക്കൊടുത്ത ആ വഴിയിലൂടെ ഒരു ട്രെയിൻ കയറി നോർത്ത് ഇന്ത്യയിലെത്തി. ഹസ്ബൻഡിന് അവിടെ വലിയൊരു കമ്പനിയിൽ അത്ഭുതകരമായി ജോലി ലഭിച്ചു. അവിടുന്ന് തുടങ്ങുകയായിരുന്നു അവരുടെ വിജയത്തിൻ്റെ കഥകൾ ഓരോന്നും. ഏതുയർച്ചയിലും താഴ്ചയിലും ദൈവത്തെ അവർ മുറുകെ പിടിച്ചുകൊണ്ടിരുന്നു. വാടക വീട്ടിലായിരുന്നു അന്നൊക്കെ താമസം. അതിൽ നിന്നൊട്ടും വൈകാതെ തന്നെ ചേച്ചി ആ സമയത്തൊക്കെ എന്നോട് എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. അപ്പം എന്നോട് പറയുകയായിരുന്നു, സ്വന്തമായിട്ടൊരു വീടിന് വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചു, ഒത്തിരി പ്രാർത്ഥിച്ചു. അപ്പോഴൊക്കെ 25-ാം സങ്കീർത്തനം ദിവസവും ചൊല്ലുമായിരുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ വാടക വീട്ടിൽ നിന്ന് സ്വന്തമായൊരു വീട്ടിലേക്ക് ഒട്ടും വൈകാതെ തന്നെ അവർ താമസം മാറുകയാണ്. ആ വീടിൻ്റെ ഒരു പ്രത്യേകത എന്തായിരുന്നെന്നോ? ആ ഇടവകയിലെ, ആ പ്രദേശത്തെ ഏറ്റവും വലിയ വീട് അന്നിവരുടെ വീടായിരുന്നു. ഓർക്കണം, വർഷങ്ങൾക്ക് മുമ്പ്. ഇന്നും ആ വീട് എന്തു മനോഹരമായൊരു വീടാണെന്നോ. ഒരുപാട് പ്രാർത്ഥിച്ച് അവർ വാങ്ങിയ വീടായതുകൊണ്ടാകാം ആ വീട്ടിൽ വരുന്നവരൊക്കെ പറയുമെന്നാണ് പറയുന്നത്, ഇവിടെ എന്തോ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, ഒരു ദൈവീകത, ഒരു സന്തോഷമൊക്കെ ഈ വീട്ടിലോട്ട് കയറുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടെന്ന്. അത്രയേറെ പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചിയാണ് കേട്ടോ അത്. അവർക്ക് 3 മക്കളുണ്ടായി. മക്കളൊക്കെ പഠിച്ച് മിടുക്കന്മാരായി. ഇന്നവർ ഹൈ ലെവലിലാണ് അവരുടെ ഒരു ജീവിതം തന്നെ.
എപ്പോഴും ചേച്ചിയുടെ ജീവിത കഥയൊക്കെ എന്നോട് പറയുമ്പോൾ വലിയ അത്ഭുതത്തോടെയാണ് ഞാൻ ഓരോന്നും കേട്ടിരുന്നിട്ടുള്ളത്. സമ്പത്ത് ഏറി വന്നപ്പോഴും ദൈവത്തെ അവർ ഒരിക്കലും മറന്നിട്ടില്ല, ദൈവത്തെ മറന്ന് ജീവിച്ചിട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഭൗതികമായ വളർച്ചകളോടൊപ്പം ആത്മീയമായിട്ടും അവർ വളർന്നു. 3 മക്കളെയും ചെറുപ്പം മുതലേ നല്ല ദൈവവിശ്വാസത്തിലാണ് ഈ ചേച്ചിയും ഹസ്ബൻഡും വളർത്തിക്കൊണ്ടുവന്നത്. ഇന്ന് ആ കുടുംബം മുഴുവനും ഉറച്ചു വിശ്വസിക്കുന്നത് അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചത്, ഇന്ന് കാണുന്ന ഈ ഒരു ഉയർച്ചയിലേക്ക് അവരെ എത്തിച്ചത് ഈ 25-ാം സങ്കീർത്തനമാണെന്നാണ്. മക്കളൊക്കെ ഏതൊക്കെ പ്രാർത്ഥന മുടക്കിയാലും ഈ വചനഭാഗം അവർ ഒരിക്കലും മുടക്കാറില്ല, അവരെന്നും വായിക്കുമെന്നാണ് പറഞ്ഞത്. എത്രയോ വർഷങ്ങളായി മടുപ്പില്ലാതെ അവരിത് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് വിശ്വസിച്ച് ഈ വചനം അങ്ങ് ഏറ്റെടുക്കാം. അനുഗ്രഹങ്ങൾ തരാൻ വൈകുമ്പോൾ വിഷമിക്കേണ്ട. നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ സർപ്രൈസുകൾ ഒരുക്കി ഈശോ നമ്മളെ കാത്തിരിപ്പുണ്ട്. അടഞ്ഞ വഴികളൊക്കെ ഇന്ന് ഈ നിമിഷം ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വചനത്തിൻ്റെ ശക്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ 25-ാം സങ്കീർത്തനം ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി മുതൽ എനിക്കറിയാം ഒത്തിരി പേരും ഈ എൻ്റെ അന്നത്തെ ആ വീഡിയോ കേട്ടതിന് ശേഷം ഒരുപാട് പേര് 25-ാം സങ്കീർത്തനം അനുദിന പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എന്ന് എനിക്കറിയാം. പുതിയതായി വന്ന ആളുകൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇത് ഷെയർ ചെയ്തത്. നിങ്ങളും വിഷമിക്കേണ്ട കാര്യമില്ല. എന്തു പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ ദൈവത്തിൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. വചനത്തിൽ വിശ്വസിച്ച് വിശ്വാസമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങൾക്കായി നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ. 25-ാം സങ്കീർത്തനം. വഴി കാട്ടണമേ കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ. ശത്രുക്കൾ എൻ്റെ മേൽ വിജയമാഘോഷിക്കാതിരിക്കട്ടെ. അങ്ങയെ കാത്തിരിക്കുന്ന ഒരുവനും ഭഗ്നാശനാകാതിരിക്കട്ടെ. വിശ്വാസവഞ്ചകർ അപമാനമേൽക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ, എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്കു വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. കർത്താവേ, പണ്ടുമുതലേ അങ്ങ് ഞങ്ങളോട് കാണിച്ച അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും അനുസ്മരിക്കണമേ. എൻ്റെ യൗവനത്തിലെ പാപങ്ങളും അതിക്രമങ്ങളും അങ്ങ് ഓർക്കരുതേ. കർത്താവേ, അങ്ങയുടെ അചഞ്ചല സ്നേഹത്തിനനുസൃതമായി കരുണാപൂർവം എന്നെ അനുസ്മരിക്കണമേ. കർത്താവ് നല്ലവനും നീതിമാനുമാണ്. പാപികൾക്ക് അവിടുന്ന് നേർവഴി കാട്ടുന്നു. എളിയവരെ അവിടുന്ന് നീതിമാർഗത്തിൽ നയിക്കുന്നു. വിനീതരെ തൻ്റെ വഴി പഠിപ്പിക്കുന്നു. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവേ, അങ്ങയുടെ നാമത്തെ പ്രതി എൻ്റെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കണമേ. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കും. അവൻ ഐശ്വര്യത്തിൽ കഴിയും. അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. കർത്താവിൻ്റെ സൗഹൃദം അവിടുത്തെ ഭയപ്പെടുന്നവർക്കുള്ളതാണ്. അവിടുന്ന് തൻ്റെ ഉടമ്പടി അവരെ അറിയിക്കും. എൻ്റെ കണ്ണുകൾ സദാ കർത്താവിങ്കലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അവിടുന്ന് എൻ്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും. ദയ തോന്നി എന്നെ കടാക്ഷിക്കണമേ. ഞാൻ ഏകാകിയും പീഡിതനുമാണ്. എൻ്റെ ഹൃദയവ്യഥകൾ ശമിപ്പിക്കണമേ. മനക്ലേശത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. എൻ്റെ പീഡകളും ക്ലേശങ്ങളും ഓർത്ത് എൻ്റെ പാപങ്ങൾ പൊറുക്കണമേ. ഇതാ, ശത്രുക്കൾ പെരുകിയിരിക്കുന്നു. അവർ എന്നെ കഠിനമായി വെറുക്കുന്നു. എൻ്റെ ജീവൻ കാത്തുകൊള്ളണമേ. എന്നെ രക്ഷിക്കണമേ. അങ്ങിൽ ആശ്രയിച്ച എന്നെ ലജ്ജിക്കാനിടയാക്കരുതേ. നിഷ്കളങ്കതയും നീതിനിഷ്ഠയും എന്നെ സംരക്ഷിക്കട്ടെ. ഞാൻ അങ്ങയെ കാത്തിരിക്കുന്നു. ദൈവമേ, ഇസ്രായേലിനെ സകല കഷ്ടതകളിലും നിന്ന് മോചിപ്പിക്കണമേ. ദൈവമായ കർത്താവിന് സ്തുതി.